അങ്ങനെ മലയാള സിനിമയിൽ ഒരു സിനിമ ആദ്യമായി തള്ളിക്കയറ്റാതെ 100 കോടി കളക്ഷൻ നേടി. അതെ, മാർക്കോയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. തള്ളിക്കയറ്റാതെ എന്ന് പറയാൻ കാരണം മലയാള സിനിമയിൽ ഒരു കാലത്തുണ്ടായിരുന്ന ഒരു ട്രെൻഡായിരുന്നു. പ്രത്യേകിച്ച് വലിയൊരു താരരാജാവിന്റെ സിനിമകൾക്ക് മാത്രം ഉണ്ടായിരുന്ന ഒരു ട്രെൻഡ്. സിനിമ ഇറങ്ങി തിയേറ്ററിൽ ആളില്ലാതെ തന്നെ 4 ദിവസം അല്ലെങ്കിൽ 3-4 ദിവസം കഴിയുമ്പോഴേക്കും 100 കോടിക്ക് കേക്ക് മുറിക്കുന്ന പ്രതിഭാസം. എന്നാൽ നിർമ്മാതാക്കളുടെ കണക്ക് പുറത്തു വന്നപ്പോൾ ഈ പറയുന്ന താരരാജാവിന് ഒരു സിനിമ പോലും 100 കോടിയില്ല. അതല്ല നമ്മുടെ വിഷയം. മാർക്കോ എങ്ങനെയാണ് 100 കോടിയിലേക്ക് എത്തിയതെന്നും അതുപോലെ തന്നെ മാർക്കോ ഇത്രയും വലിയ വിജയമായതെന്നും നോക്കാം. മലയാളത്തിലെ ഏറ്റവും വലിയ വയലൻസ് ഉള്ള പടം എന്ന ടാഗോട് കൂടി ഇറങ്ങിയ മാർക്കോ 2024 ഡിസംബർ 20-നാണ് റിലീസായത്. റിലീസ് ആകുന്നതിന് മുമ്പ് സിനിമയ്ക്ക് വലിയ ഹൈപ്പായിരുന്നു. അതുപോലെ ട്രെയിലറും ടീസറും ഒക്കെ ഇറങ്ങിയപ്പോൾ ഈ ഒരു ഹൈപ്പ്, അത്രയും വലിയൊരു ഹൈപ്പ് വീണ്ടും ഒന്ന് കൂടി. ആ ഹൈപ്പിന്റെ ഭാഗമായി ആദ്യ ദിവസങ്ങളിൽ തന്നെ കേരളത്തിൽ വലിയ തിരക്കായിരുന്നു സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. 2024 ഏറ്റവും അധികം ആദ്യ ദിന കളക്ഷൻ നേടുന്ന മലയാള സിനിമയായി മാർക്കോ മാറി. ആദ്യ ദിനങ്ങളിൽ തന്നെ സിനിമയുടെ വയലൻസിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരുപാട് പോസിറ്റീവ് റിവ്യൂസും വന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ കേരളത്തിൽ നിന്ന് മാത്രം വലിയ തിരക്ക് സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം സിനിമ ഹിന്ദിയിൽ വെറും 30 സ്ക്രീനുകളിൽ റിലീസ് ആവുകയും അവിടെയുള്ള കുറച്ച് സിനിമ നിരൂപകർ തിയേറ്ററിൽ പോയി സിനിമ കാണുകയും മാർക്കോയ്ക്ക് വലിയ അഭിപ്രായം നൽകുകയും ചെയ്തു. ഒരുപക്ഷെ അനിമലിനേക്കാളും കില്ലിനേക്കാളും വയലൻസ് ഉള്ള സിനിമയാണ് ഇതെന്ന് പറയുകയും ചെയ്തു. അതുപോലെ മറ്റൊരു സിനിമ റിവ്യൂവർ പറഞ്ഞ കാര്യം ഹിന്ദി ബെൽറ്റിൽ കത്തിക്കയറുകയും ചെയ്തു. താൻ സിനിമ കാണാൻ പോയിരുന്നു. സിനിമയുടെ വയലൻസ് കണ്ട് അടുത്തിരുന്ന സ്ത്രീ തന്റെ കയ്യിലേക്ക് ഛർദ്ദിച്ചു എന്നാണ് അയാൾ പറഞ്ഞത്. ഈ ഒരു കാര്യം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വളരെയധികം വൈറലായി. ആ റിവ്യൂവും വൈറലായി. അതുപോലെ തന്നെ ഈ ഒരു കാര്യം പറയുന്ന ആ ഷോർട്ട് വീഡിയോയും വൈറലായി. അങ്ങനെ വെറും 30 സ്ക്രീനുകളിൽ മാത്രം കളിച്ചുകൊണ്ടിരുന്ന സിനിമ വലിയൊരു ഹൈപ്പ് കാരണം ഇപ്പോൾ നിലവിൽ 3000 സ്ക്രീനുകളിൽ കളിക്കുകയാണ്. 160 കോടി രൂപ ബഡ്ജറ്റിൽ വന്ന ഹിന്ദിയിലെ വലിയ സ്റ്റാറായ വരുൺ ധവാന്റെ ബേബി ജോണിനെ പിന്നിലാക്കി. ആ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ തെറിയുടെ റീമേക്കാണ് ആ സിനിമ. അതുകൂടി നമ്മൾ കാണണം. ആ സിനിമയെ പിന്നിലാക്കിക്കൊണ്ടാണ് മാർക്കോ ഹിന്ദിയിൽ വലിയ ഹിറ്റായത്. ഇത് എന്താ പറയുക, ആ ഒരു ഹിന്ദി ബെൽറ്റിൽ വലിയ ചർച്ചയായി മാറുകയും ചെയ്തു. മലയാളത്തിൽ ആദ്യമായാണ് ഒരു സിനിമ ഹിന്ദിയിൽ ഏകദേശം 10 കോടി രൂപയോളം കളക്ഷൻ നേടുന്നത്. ഇതുവരെ പൃഥ്വിരാജിന്റെ ആടുജീവിതമായിരുന്നു ഏകദേശം 40 ലക്ഷം രൂപ കളക്ഷൻ ഹിന്ദിയിൽ നിന്നും നേടിയിരുന്നത്. പൃഥ്വിരാജിന്റെ ആടുജീവിതം മാത്രമായിരുന്നു മലയാള സിനിമയിൽ ആദ്യമായി ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത്. ഹിന്ദിയിൽ നിന്ന് ഒരു മൊഴിമാറ്റ ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത്. എന്നാൽ ഇപ്പോൾ ആ റെക്കോർഡ് വലിയ രീതിയിലാണ് മാർക്കോ തകർത്തിരിക്കുന്നത്. വലിയ ഇരട്ടികളോളമാണ് മാർക്കോ അതിന്റെ കളക്ഷൻ ഹിന്ദിയിൽ നിന്ന് മാത്രം നേടിയിരിക്കുന്നത്. അതിനുശേഷം ജനുവരി 2-ന് തെലുങ്കിലും തമിഴിലും സിനിമ റിലീസ് ആവുകയും ഏകദേശം 4 കോടി രൂപയോളം കളക്ട് ചെയ്യുകയും തെലുങ്കിൽ നിന്ന് മാത്രം കളക്ട് ചെയ്യുകയും ചെയ്തു. ആദ്യത്തെ ദിവസം തന്നെ ആദ്യത്തെ രണ്ടാമത്തെ ദിവസം കൂട്ടി ഏകദേശം 4 കോടി രൂപ കളക്ട് ചെയ്യുകയും ചെയ്തു. സിനിമ ഇറങ്ങുന്ന എല്ലാ സ്ഥലത്തും നല്ല രീതിയിൽ കളക്ഷൻ നേടാൻ മാർക്കോയ്ക്ക് സാധിച്ചു. വെറും 16 ദിവസത്തിനുള്ളിലാണ് 100 കോടി എന്ന വലിയ വിജയം മാർക്കോയ്ക്ക് നേടാൻ സാധിച്ചത്. ഉണ്ണിമുന്തനാണ് സോഷ്യൽ മീഡിയയിൽ ഈ വിവരം പങ്കുവച്ചത്. ഉണ്ണിമുന്തന്റെ പോസ്റ്റിന് താഴെയുള്ള കമന്റുകൾ മിക്കതും മലയാള സിനിമയിലെ കൃത്യമായ അല്ലെങ്കിൽ യഥാർത്ഥ 100 കോടി കളക്ഷൻ എന്നൊക്കെയാണ്. അതുപോലെ 100 കോടി എന്ന റെക്കോർഡ് മാത്രമല്ല സിനിമ നേടിയിരിക്കുന്നത്, ബാഹുബലിക്ക് ശേഷം കൊറിയയിൽ റിലീസ് ചെയ്യുന്ന ആദ്യ മലയാള സിനിമ എന്ന റെക്കോർഡും മാർക്കോ നേടിക്കഴിഞ്ഞു. അതേസമയം ഇപ്പോൾ സിനിമയെ കുറിച്ച് വരുന്ന വാർത്തകൾ മാർക്കോ 2 അധികം വൈകാതെ തന്നെ തിയേറ്ററിൽ എത്തുമെന്നും ദക്ഷിണേന്ത്യൻ സിനിമയിലെ ഒരു സൂപ്പർ സ്റ്റാർ ആയിരിക്കും സിനിമയിൽ വില്ലനായി എത്തുക എന്നൊക്കെയാണ് പല വാർത്തകളും നമ്മൾ കാണുന്നതാണ്. ഒരുപക്ഷെ വിക്രമായിരിക്കും വില്ലനായി വരിക എന്നൊക്കെ അതുപോലെയുള്ള വാർത്തകളും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. മാർക്കോ ഒന്നാം ഭാഗം 100 കോടിയെ നേടിയിട്ടുള്ളൂ എങ്കിലും രണ്ടാം ഭാഗം വലിയൊരു പാൻ ഇന്ത്യൻ ഹിറ്റ് ആകുമെന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ബാഹുബലിയും അതുപോലെ തന്നെ KGF-ഉം ആദ്യ ഭാഗങ്ങൾ 200-300 കോടിയോ കളക്ഷൻ നേടിയത്. എന്നാൽ രണ്ടാം ഭാഗം വലിയ ഹിറ്റിലേക്ക് 1000 കോടിക്ക് മേലെ കളക്ഷൻ നേടുന്ന സിനിമകളായി മാറി. അതുപോലെ തന്നെ മാർക്കോയും ആഗോളതലത്തിൽ 500 കോടിക്ക് മേലെ ഒരുപക്ഷെ മാർക്കോ 2 ഇറങ്ങുകയാണെങ്കിൽ കളക്ഷൻ നേടിയേക്കാം. എന്തായാലും ഉണ്ണിമുന്തനെ സംബന്ധിച്ചിടത്തോളം 2024 എന്ന് പറയുന്ന വർഷം ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. 3 സൂപ്പർ ഹിറ്റ് സിനിമകളാണ് ഉണ്ണിമുന്തനെ ഈ വർഷം ലഭിച്ചത്. ആദ്യത്തെ ജയ് ഗണേശും അതുപോലെ രണ്ടാമത്തേത് തമിഴ് ചിത്രമായ ഗരുഡനും അതിനുശേഷം നമ്മുടെ മാർക്കോയുമാണ്. മാത്രമല്ല മലയാളത്തിൽ പുതിയൊരു സൂപ്പർ സ്റ്റാർ കൂടി പുറവെടുത്തിരിക്കുകയാണ്.
മലയാളത്തിൽ സീനിയർ സൂപ്പർ സ്റ്റാറുകളെ മാറ്റി നിർത്തിയാൽ യൂത്ത് സൂപ്പർ സ്റ്റാറുകളിൽ ഇപ്പോൾ പൃഥ്വിരാജ്, ഫഹദ് ഫാസിൽ, ടൊവിനോ തോമസ്, ദുൽഖർ സൽമാൻ, ഉണ്ണിമുന്തൻ എന്നിങ്ങനെയായി. ഇവർക്ക് എല്ലാവർക്കും ഇപ്പോൾ പാൻ ഇന്ത്യൻ റീച്ചുമുണ്ട്. മലയാളത്തിൽ ഏറ്റവും ആദ്യം പാൻ ഇന്ത്യൻ സ്വപ്നങ്ങൾ കീഴടക്കിയത് ടൊവിനോ തോമസ് ആണ്. അതിനുശേഷം പൃഥ്വിരാജ്, ഫഹദ് ഫാസിൽ, ദുൽഖർ സൽമാൻ, പിന്നീട് ഇപ്പോൾ ഉണ്ണിമുന്തനും ആ ഒരു ലിസ്റ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ടൊവിനോ തോമസ് എന്ന് ഞാൻ പറയുമ്പോൾ പൃഥ്വിരാജ്, പലർക്കും ഒരു സംശയം കാണും, പൃഥ്വിരാജിന് മുമ്പ് ടൊവിനോ തോമസ് പാൻ ഇന്ത്യൻ സ്റ്റാറായോ എന്ന്. ഉത്തരം ഞാൻ തന്നെ പറയാം. മലയാളത്തിൽ ആദ്യമായി പാൻ ഇന്ത്യൻ രീതിയിൽ റീച്ച് ലഭിക്കുന്ന സിനിമ ദൃശ്യമാണ്, അതിലൊരു സംശയമില്ല. അതുകൊണ്ട് ആ സിനിമ അതുകൊണ്ടാണ് ആ സിനിമ ചൈനീസ് ഭാഷയിലടക്കം റീമേക്ക് ചെയ്യപ്പെട്ടത്. ദൃശ്യത്തിന് ശേഷം ഒരുപക്ഷം ദൃശ്യത്തിനേക്കാൾ കൂടുതൽ റീച്ച് കിട്ടിയ സിനിമ നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയ മിന്നൽ മുരളിയാണ്. ടൊവിനോ തോമസിന്റെ മിന്നൽ മുരളി വലിയ രീതിയിലുള്ള പ്രൊമോഷൻ ആയിരുന്നു ആ സിനിമയ്ക്ക് നെറ്റ്ഫ്ലിക്സ് വഴി ലഭിച്ചിരുന്നത്. അതാണ് അതിന് പ്രധാന കാരണം. നമുക്ക് ഓർമ്മയുണ്ടാകും, ഒരുപക്ഷെ കാലിയൊക്കെ വന്നിട്ടുള്ള ഒരു പ്രൊമോഷൻ ആയിരുന്നു ആ സമയത്ത്. സിനിമ നേരിട്ട് നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങുന്നത് കൊണ്ട് തന്നെ ഇന്ത്യ ഒട്ടാകെ നെറ്റ്ഫ്ലിക്സിൽ ഏറ്റവും അധികം ആളുകൾ കാണുന്ന സിനിമയായി മാറി. അതുപോലെ മിന്നൽ മുരളി ഇറങ്ങിയ വർഷത്തെ ഏറ്റവും അധികം ആളുകൾ നെറ്റ്ഫ്ലിക്സിൽ കണ്ട, അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ ട്രെൻഡിങ് നമ്പർ 1 ആയ സിനിമയായി മിന്നൽ മുരളി മാറുകയും ചെയ്തു. ആ ഒരു സിനിമയിലൂടെ ടൊവിനോ തോമസിനെ ഇന്ത്യ ഒട്ടാകെ ആളുകൾ തിരിച്ചറിയാൻ സാധിച്ചു. സത്യം പറഞ്ഞാൽ നമ്മൾ മലയാളികൾ OTTക്കാണ് നന്ദി പറയേണ്ടത്. OTTയിൽ ആളുകൾ സിനിമകൾ കാണാൻ തുടങ്ങിയപ്പോഴാണ്, മിന്നൽ മുരളിയാണ് ശരിക്കും അത്ര റീച്ച് ഉണ്ടാക്കി തന്നത്. അങ്ങനെ ആളുകൾ സിനിമകൾ കാണാൻ തുടങ്ങിയപ്പോഴാണ് ചിത്രങ്ങൾക്ക് ഇത്രയും റീച്ച് കിട്ടിയത്. വലിയ ബഡ്ജറ്റ് ഇല്ലാതെ വരുന്ന മലയാള സിനിമയ്ക്ക് ആഗോളതലത്തിൽ വലിയ കളക്ഷൻ ലഭിക്കുവാനും ഈ ഒരു OTT ബൂം കാരണം സാധിച്ചു. എന്തായാലും ഹിന്ദിയിലും മറ്റു ഭാഷയിലും മാർക്കോ വഴി ഉണ്ണിമുന്തൻ തുറന്ന ഈ ഒരു പാൻ ഇന്ത്യൻ റീച്ച് ഇനി ഇറങ്ങാൻ പോകുന്ന മലയാള സിനിമകൾക്കും വലിയ ഗുണം ചെയ്യും. ആർക്കും ഒരു പരാതിയും പരിഭവവും ഇല്ലാതെ സിനിമ 100 കോടി എത്തുകയും ചെയ്തു. ഇതാണ് യഥാർത്ഥ 100 കോടി എന്നാണ് ഇപ്പോൾ ആളുകൾ കമന്റ് ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഉണ്ണിമുന്തൻ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക.